ഒന്നാമത്തെ സ്കന്ധത്തിൽ നിന്നും പ്രധാനമായിട്ട് അധികാരി നിരൂപണമാണ് നിർവഹിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് ഇപ്പം നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ശ്രീ പരീക്ഷിത്തിന്റെ പ്രായോപവേശ സംബന്ധമായ കഥാഭാഗങ്ങളെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ശ്രീ പരീക്ഷിത്തിന്റെ പ്രായോപവേശ കഥയിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന താത്വികമായിരിക്കുന്ന വശം എന്നൊന്ന് ചിന്തിച്ചതിന് ശേഷം ആ അധികാരി നിരൂപണവും നടത്തിയതിനു ശേഷം നമുക്ക് അടുത്ത സ്കന്ധങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ശ്രീ പരീക്ഷിത്ത് മഹാരാജാവിനെ ഉത്തമ ശ്രോതാവായിട്ടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉത്തമ ശ്രോതാവായിട്ട് പ്രതിനിധീകരിക്കുന്ന ശ്രീ പരീക്ഷിത്ത് സുദർശനം കൊണ്ട് രക്ഷിക്കപ്പെട്ടവനാണെന്ന് നമുക്ക് കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ശ്രീ പരീക്ഷിത്തിന്റെ ജന്മസമയം ഭഗവാൻ സുദർശന സ്വരൂപത്തിൽ അങ്കുഷ്ടമാത്രനായിട്ട് ഉത്തരായുടെ ഗർഭോദരത്തിൽ പ്രവേശിച്ച് നിൽക്കുന്നതായിരിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കാണുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നത് നല്ലതുപോലെയുള്ള കാഴ്ചപ്പാട്, ധാർമ്മികമായിരിക്കുന്ന സംസ്കാരമുള്ള ഒരു പരിപൂർണ വ്യക്തിത്വത്തെയാണ് സുദർശനം കൊണ്ട് രക്ഷിക്കപ്പെടുക എന്നുള്ളതിലൂടെ ബോധ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നല്ല വീക്ഷണം, നല്ല കാഴ്ചപ്പാട് ഉള്ളൊരു വ്യക്തി സാധന, ചതുഷ്ടയാദി ഗുണങ്ങൾ തുടങ്ങിയ സമ്പത്തുകളെ കൊണ്ട് ഉത്തമ അധികാരിയായിട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ഉത്തമ അധികാരിയാകേണ്ടതിൻ്റെ ആവശ്യകത തന്നെ ഉത്തമമായിരിക്കുന്ന പരബ്രഹ്മ വസ്തുവെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഉത്തമ അധികാരിയായിരുന്ന ശ്രീ പരീക്ഷിത്തിനെ എന്തെല്ലാം സദ്ഗുണങ്ങളുണ്ടെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലും അത്യധികം ജാഗ്രതയും ഏകാഗ്രമായ ശ്രദ്ധയും ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മികമായി വിജയിക്കാൻ സാധിക്കൂ എന്ന് പരീക്ഷിത്തിന്റെ കഥയിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാം. കാരണം ശ്രീ പരീക്ഷിത്തിന് എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്ന ശ്രീ പരീക്ഷിത്ത് നായാട്ടിനിടയിൽ കണ്ട ഒരു മൃഗത്തിന്റെ പിന്നാലെ, ഒരു മാനിന്റെ പിന്നാലെ പിന്തുടർന്ന് പോയിട്ടാണ് കാട്ടിൽ ഒറ്റപ്പെടുന്നതും ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇടുന്നതായിരിക്കുന്ന സംഭവങ്ങളെല്ലാം നടന്നത്. അപ്പൊ മാനിന്റെ പിന്നിലൂടെ മാനിനെ പിന്തുടർന്നുകൊണ്ടാണ് വലിയ കാട്ടിൽ അകപ്പെടുന്നത്. അപ്പൊ ഈ മാനിന്റെ പ്രത്യേകത എന്താണ്? ശ്രവണത്തിൽ ആകൃഷ്ടമായിട്ട് പരിസരം മറക്കുന്ന മൃഗം, ആ മൃഗത്തിന്റെ പ്രതിനിധിയാണ് മാന്. അങ്ങനെ ബന്ധനത്തിൽ ഏർപ്പെടുന്ന ആ മൃഗം പിന്നീട് എന്താവുന്നു? ബന്ധനത്തിലും നാശത്തിലും അകപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ധമായിട്ട് നമ്മൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ മുഴുകി മുന്നോട്ട് പോയാൽ ഉത്തമ അധികാരിയാണെങ്കിലും ആ അധികാരിയും അധപതിക്കുവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നാണ് നമുക്ക് ആ സന്ദർഭത്തിൽ നിന്നും വ്യക്തമാകേണ്ടത്. മാത്രമല്ല, ഇവിടെ വിശപ്പും ദാഹവും
ബാധിച്ചപ്പോഴാണ് പരീക്ഷിത്ത് മഹാരാജാവ് തൻ്റെ ധർമ്മം, ദൗത്യം പോലും മറന്നുകൊണ്ട് മഹർഷിയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത്. ആ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് വിശപ്പിനെയും ദാഹത്തെയും അഭ്യാസത്തിലൂടെ നിയന്ത്രിച്ച് വിജയിക്കാതെ ആധ്യാത്മിക വിജയം ഉണ്ടാകുകയില്ല എന്നുള്ള രഹസ്യത്തെ, താല്പര്യത്തെ മനസ്സിലാക്കണം. മാത്രമല്ല, വിവേകികളായിട്ടുള്ളവർ പോലും ശാരീരിക ആവശ്യങ്ങളിൽ വ്യാപൃതമാകുമ്പോൾ സ്വരൂപത്തെ മറക്കും എന്നുള്ളതാണ്. വിവേകം, വൈരാഗ്യം എല്ലാം ഉണ്ടെങ്കിലും ശരീരത്തിൻ്റെതായിരിക്കുന്ന ആ ആഗ്രഹങ്ങളിൽ അങ്ങോട്ട് വ്യാപൃതമായാൽ സംഭവിക്കുന്നത് എന്താണ്? അങ്ങനെ വ്യാപൃതമാകുമ്പോൾ ആത്മവിസ്മൃതി സംഭവിക്കുകയാണ്. ആത്മവിസ്മൃതി സംഭവിക്കുമ്പോഴോ പ്രാകൃതന്മാരെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും. പ്രാകൃതന്മാരെ പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രകൃതി തന്നെ സത്യം എന്ന് ധരിക്കുന്നവരെയാണ് പ്രാകൃതന്മാർ എന്ന് പറയുന്നത്. ഈ പ്രകൃതിക്കും സർവത്തിനും സാക്ഷിഭൂതമായിരിക്കുന്ന ആത്മചൈതന്യത്തെ അന്വേഷിച്ച് സാക്ഷാത്കരിച്ച് ആ സാക്ഷാത്കാര അനുഭൂതിയിൽ മുന്നോട്ടു പോകുവാനുള്ള ദൗത്യമാണ് ആധ്യാത്മികതയിൽ അന്തർഭവിച്ചിരിക്കുന്ന ജീവിതത്തിൻ്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ ഈ ശ്രീ പരീക്ഷിത്ത് എന്താണ് ഇവിടെ ഉണ്ടായത്? ക്ഷുത് പിപാസാദികൾ ഉണ്ടായപ്പോൾ ധാർമ്മ്യബോധമൊക്കെ മറന്നപ്പോ എന്ത് ചെയ്തു? ആ ധാർമ്മിക ബോധം മറക്കുമ്പോഴാണ് സ്വരൂപമായിരിക്കുന്ന സച്ചിദാനത്തിൽ തൻ്റെ ശരീരത്തെ ആരോപിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. സച്ചിദാനന്ദമായിരിക്കുന്ന തൻ്റെ ആത്മസ്വരൂപത്തെ അറിയാതിരിക്കുമ്പോഴാണ് അനന്തജട ദുഃഖസ്വരൂപമായിരിക്കുന്ന പ്രകൃതി, ജഡം, ദേഹമാണ് എൻ്റെ ഭാവനയിൽ ഞാൻ മുഴുകിപ്പോകുന്നത്. അങ്ങനെയുള്ള ഭാവന ഉണ്ടായപ്പോഴോ അദ്ദേഹത്തിന് നിർവികൽപ്പ സമാധിയിലിരുന്ന ഒരു സാധുവിൻ്റെ, ഒരു സന്യാസിയുടെ, ഒരു മഹർഷിയുടെ നിജസ്ഥിതിയെ പോലും വിചിന്തനം ചെയ്ത് വിലയിരുത്തുവാനുള്ള പക്വത നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പക്വത നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് നിർവികൽപ്പ സമാധിയിൽ കഴിഞ്ഞിരുന്ന ആ ശമീക മഹർഷിയുടെ കണ്ടത്തില് ചത്ത പാമ്പിനെ ചാർത്തുവാൻ തോന്നിയത്. ചത്ത പാമ്പിനെ ചാർത്തുവാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? തമോ ഗുണം രാജാവിൽ അധികരിച്ചതുകൊണ്ടാണ്. കാരണം തമോ ഗുണം വരുമ്പോഴാണ് ശരീരത്തിലെ ശോകമോഹങ്ങളിലെ, അതിലെ ദാഹത്തിലും അതുപോലെ വിശപ്പിലും ഭ്രമിക്കുകയും താൻ തന്നെ മറന്ന് പെരുമാറുകയും ചെയ്യുക. അങ്ങനെയുള്ള തമോ ഗുണത്തെ വാസ്തവത്തിൽ എന്ത് ചെയ്യണം? രജോ ഗുണം കൊണ്ടും, രജോ ഗുണത്തെ സത്വഗുണം കൊണ്ടും, സത്വഗുണത്തെ ഉപശമശീലം കൊണ്ടും ജയിക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ സത്വഗുണത്തെയും ജയിച്ചിരിക്കുന്ന ഒരു ജീവന്റെ പ്രതീകമായിട്ടാണ് ശമീക മഹർഷിയെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ശമീകന്റെ കഴുത്തിലാണ് ശ്രീ പരീക്ഷിത്ത് ചത്ത പാമ്പിനെ തോണ്ടിയെടുത്ത് ഇട്ടിരിക്കുന്നത്. അപ്പൊ ശമീകനെ പോലെ ആ നിർഗുണ നിരാകാര സ്ഥിതിയെ ബോധിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സിനെ അടക്കുവാൻ സാധിക്കണമെന്നുള്ളതാണ്. മനസ്സിനെ അടക്കുമ്പോഴോ വൃത്തികൾ, ചിത്തവൃത്തികൾ, ചിന്താതരംഗങ്ങൾ ഇല്ലാതെയാണ്. ചിന്താതരംഗങ്ങൾ ഉപശമിക്കുമ്പോൾ സ്വരൂപത്തിൽ, നിജാനന്ദത്തിൽ നിജസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും. നിജസ്ഥിതി പ്രാപിച്ച് സച്ചിദാനന്ദ ഭൂതിയിൽ ഇരിക്കുന്ന ഒരു സാധുവയാണ്, സന്യാസിയാണ്, ഋഷിയാണ് ഇവിടെ
ശമീക മുനി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ആത്മാനുഭൂതി രസത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതിനാൽ തന്നെ നിർവികൽപ്പ സമാധിയിലായിരുന്നതുകൊണ്ടും ശമീകൻ മഹാരാജാവിൻ്റെ ദാഹജലം ആവശ്യപ്പെട്ട ആ ആവശ്യത്തെ കേൾക്കാൻ കഴിയാതെ പോകുകയാണ് ചെയ്തത്. അപ്പോഴാണ് രാജാവിന് എന്താണ്, താൻ രാഷ്ട്രത്തെ നല്ല രീതിയിൽ ഭരിക്കുന്നത് കൊണ്ടാണ് ഇയാൾ സന്യാസിയാണെന്നും പറഞ്ഞിട്ട് ഈ കാട്ടിൽ നിർഭയമായിട്ട് തപസ് ചെയ്യുവാൻ കഴിയുന്നത്. അപ്പൊ എന്നെ വില കൽപ്പിക്കേണ്ടേ, എന്നെ ആദരിക്കേണ്ടേ എന്നെല്ലാമുള്ള ആ ചിന്തയാണ് ഇവിടെ പരീക്ഷിത്തിനെ. അത് അധർമ്മം. അത് പെട്ടെന്ന് എന്താന്ന് വെച്ചാൽ വിശപ്പും ദാഹവും വന്നപ്പോൾ കാമം ഉണ്ടായി. ആഗ്രഹം, വിശപ്പും ദാഹവും ആഗ്രഹം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ആഗ്രഹം ഉണ്ടായപ്പോഴോ ക്രോധമുണ്ടായി. ക്രോധം ഉണ്ടായപ്പോഴോ സ്വധർമ്മത്തിലെ ചിതിയും വരികയാണ് ചെയ്തത്. സ്വധർമ്മത്തിൽ ചിതി വന്നതുകൊണ്ടോ തൻ്റെ ആവശ്യം സാധിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതിനോടാണ് വാസ്തവത്തിൽ അരിശമുണ്ടാകുന്നത്. ആ അരിശമോ വിവേകത്തെ കെടുത്തുകയും ചെയ്യും. വിവേകം കെടുമ്പോഴോ അധർമ്മം പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചത്ത പാമ്പിനെ കഴുത്തിൽ ഇട്ടുകൊടുക്കുകയും ചെയ്തത്. അപ്പൊ ഇവിടെ ചത്ത പാമ്പെന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മനുഷ്യ ശരീരത്തെയാണ് ചത്ത പാമ്പെന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം ശരീരം ജഡവും ചൈതന്യമില്ലാത്തതും ആയതുകൊണ്ട് ആണ് അങ്ങനെ കൽപ്പിക്കുന്നത്. കാരണം ഇഴജീവികൾ സഞ്ചരിക്കുന്നത് പോലെയാണ് സംസാരത്തിൽ ജീവൻ ശരീരാവശ്യങ്ങൾക്ക് വേണ്ടി വ്യവഹരിക്കുന്നത്. ശരീരത്തിൻ്റെതായിരിക്കുന്ന തൃപ്തിക്ക് വേണ്ടി, സുഖത്തിനു വേണ്ടി കരയിൽ പാമ്പ് പോലെയും വെള്ളത്തിൽ മുതല പോലെയുമാണ് ഈ സംസാരത്തിൻ്റെ ഗതി. സംസാരത്തിൻ്റെ ഗതി അങ്ങനെ സംഭവിക്കുമ്പോഴോ ആത്മവിസ്മൃതി സംഭവിക്കും. ആത്മവിസ്മൃതി സംഭവിക്കുമ്പോൾ ആത്മസ്വരൂപത്തിൽ മനുഷ്യഭാവത്തെ ആരോപിക്കുകയാണ് ചെയ്യുക. അതാണിവിടെ കാണുന്നതായിരിക്കുന്ന ഈ ചത്ത പാമ്പിനെ മുനിയുടെ കഴുത്തിൽ എടുത്തിട്ട് കൊടുത്തു എന്നുള്ളതിൽ നിന്നും നമ്മൾ തത്വത്തെയാണ് പറയുന്നത്. ആയതുകൊണ്ട് ഇത് മനസ്സിലാക്കുവാൻ നമ്മുടെ മനസ്സും ചിത്തവും എത്രമാത്രം ഏകാഗ്രവും ശുദ്ധവുമാണോ അത്രമാത്രമാണ് നമുക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കുക. തത്വം സരളമാണ്, ലളിതമാണ് എന്ന് തോന്നും. ലളിതവും സരളവുമായി തത്വം ബോധിപ്പിക്കുമ്പോൾ എല്ലാവർക്കും അത് ബോധിക്കുമായിരുന്നുവെങ്കിൽ ഈ സംസാരം ഇങ്ങനെ നിലനിൽക്കുമായിരുന്നു. ഈ സംസാരം ഇങ്ങനെ എന്തായാലും അനീതിയും അധർമ്മവും അക്രമവുമായിട്ട് എന്തായാലും നിലനിൽക്കുകയില്ല. തത്വം എല്ലാവർക്കും ബോധ്യമായാൽ ധർമ്മവും അതുപോലെ തന്നെ ചൈതന്യവത്വമായിട്ട് ഈ ലോകം നിലനിൽക്കണമെങ്കിൽ തത്വത്തിൻ്റെ അവബോധം നമ്മൾ ആഴ്ന്നിറങ്ങുക തന്നെ വേണം. എന്തായാലും ഇവിടെ ആത്മസ്വരൂപത്തിൽ മനുഷ്യഭാവത്തെ ആരോപിച്ചതുകൊണ്ടാണ് സ്വരൂപസ്ഥിതിയിലിരുന്ന ശമീകനെ മനസ്സിലാക്കുവാൻ ഇവിടെ മഹാരാജാവിന് കഴിയാതിരുന്നത്. അപ്പോ മഹാരാജാവ് തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ട വിവരം അറിയുന്നത് ആരാണ്? ശൃംഗിയാണ്. എന്ന് വെച്ചാൽ മഹർഷിയുടെ പുത്രനെയാണ് ഇവിടെ ശൃംഗി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ആ ശൃംഗിയാണ് ഇവിടെ ശപിക്കുന്നത്. അപ്പൊ ആരെയാണ് ഇവിടെ ശൃംഗി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? വേണ്ടവണ്ണം ജ്ഞാനം ഉറയ്ക്കാത്ത ജീവനാണ് ശൃംഗി. അതല്ലേ ഈ ശൃംഗി? ഈ ശൃംഗം ഉള്ളവരെ ശൃംഗി എന്ന് പറയുകയാണ്. ശൃംഗം എന്നാൽ കൊമ്പനാണ്. കൊമ്പത്തരമോ അഹങ്കാരമോ. ഈ ശരീരം ഞാനാണെന്ന് ധരിക്കുന്ന മൂഢനായ ജീവനെയാണ് ഇവിടെ ശൃംഗി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് അപരന്റെ ശരീരത്തെ നശിപ്പിക്കുവാൻ തയ്യാറായത്. അതുകൊണ്ടല്ലേ ശ്രീ പരീക്ഷിത്തിനെ 7ാമത്തെ ദിവസം തക്ഷം കടിച്ച് മരിക്കട്ടെ എന്നുള്ളതായിരിക്കുന്ന
ശാപത്തെ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജ്ഞാനം ഉറയ്ക്കാത്തതിനാൽ ശൃംഗി അങ്ങനെ പ്രവർത്തിച്ചത്. ഇത് ഈ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന, ഭൗതിക രംഗത്ത് പ്രവർത്തിക്കുന്നതുമായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളും നല്ല വിവേകത്തോടു കൂടി അറിയേണ്ട ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ പലരും പറയും, ഞാൻ എത്രയോ കാലമായി സപ്താഹം നടത്തുവാൻ തുടങ്ങിയിട്ടും സപ്താഹം കേൾക്കുവാൻ തുടങ്ങിയിട്ടും പോലെ എനിക്ക് ഭാരതത്തിലേതെന്നല്ല എല്ലാ രാഷ്ട്രങ്ങളിലെയും ഭാഷയും സംസ്കാരവും ജീവിത രീതിയും എല്ലാം അറിയാം. എന്നിട്ടാണ് ഇതെന്താണ് ഇത്ര ചെറുപ്പക്കാരനായ ഈ സന്യാസി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്, ഇയാൾക്ക് എന്തറിയാം എന്നുള്ള രീതിയിലൊക്കെ ചില വിദ്വാൻമാരും പണ്ഡിതന്മാരും ചിലപ്പോൾ പെരുമാറാറുണ്ട്. അത് ഈ ശൃംഗിയുടെ പ്രതിനിധിയാണ് അവർ വാസ്തവത്തിൽ കാണിക്കുന്നത്. ശൃംഗം എന്ന് വെച്ചാൽ കൊമ്പത്തരം തന്നെ വേണ്ടവണ്ണം ജ്ഞാനം ഉറച്ചിട്ടില്ല. വേണ്ടവണ്ണം ജ്ഞാനം ഉറച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധുവെ, ഒരു സന്യാസിയെ, അല്ലെങ്കിൽ ഒരു ആത്മീയ മേഖലയിൽ വ്യാപരിക്കുന്ന സജ്ജനങ്ങളെ എങ്ങനെയാണ് ദേഷിക്കുക? എന്തായാലും നോക്കൂ, ഇവിടെ ശൃംഗിക്ക് ശപിക്കാൻ കഴിഞ്ഞുവെങ്കിലും ശമീകന്റെ മുമ്പിലെത്തിയപ്പോ എന്താണ് ചെയ്തത്? ആ ചത്ത പാമ്പിനെ എടുത്തു മാറ്റുവാൻ കഴിയാതെ കരയുകയാണ് ചെയ്തത്. എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ പാമ്പില്ലേ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് പൊട്ടിക്കരയുകയാണ് ചെയ്തത്. കാരണം ഇവിടെ ഈ കൊമ്പന്മാരുടെ അനുഭവം ഇങ്ങനെയായിരിക്കും. എത്രയോ കാലം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആത്മീയ മേഖലയിലൂടെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ടും അവർക്ക് എന്താ ഉണ്ടാവുക? അവർക്ക് ആത്മഭാവം ദൃഢമായിട്ടുണ്ട്. അപ്പൊ ഈ ആത്മഭാവം ദൃഢമാകാത്തത് കൊണ്ടാണ് ആവലാദികൾ പറഞ്ഞ് പരിതപിക്കുക. ആവലാദികൾ പറഞ്ഞ് പരിതപിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ശൃംഗി ശപിക്കുകയും ചെയ്തത്. അപ്പോ അവർക്കങ്ങനെ സമൂഹത്തിൽ അശാന്തി പടർത്തുവാൻ കഴിയും. എന്നാൽ അശാന്തിയെ ശാന്തമാക്കുവാനുള്ള ഉപായം അവർക്ക് അറിയുകയുമില്ല. ഇപ്പൊ മഹാരാജാവിന് വാസ്തവത്തിൽ രാജാവ് നായാട്ട് നടത്തുന്നത് വാസ്തവത്തിൽ കാട്ടിലും നാട്ടിലും ആളുകൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രൂരമൃഗങ്ങളെ ഉൾക്കാട്ടിലേക്ക് അകറ്റാനും അതുപോലെ ക്രൂരജന്തുക്കള് നാട്ടിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വാസ്തവത്തിൽ രാജാക്കന്മാര് വേട്ടയാടുന്നത്. അത് വാസ്തവത്തിൽ മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കാനല്ല. അപ്പോ രാജാക്കന്മാര് ഈ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഭരിക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ കാട്ടിലും നാട്ടിലും ഉള്ള ജീവജാലങ്ങൾക്ക് സംതൃപ്തമായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന ആ രാജാവിന്റെ രാജധർമ്മത്തേക്ക് മറന്നുകൊണ്ടാണ് ശൃംഗി തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടില്ലേ എന്നുള്ള ആ നിമിഷത്തെ അവിവേകം, ആ വിവേകം കൊണ്ട് എന്തുണ്ടായി? രാജാവിനെ ശപിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ എന്താണ്? ഈ തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് എന്തും നമ്മൾ മനസ്സിലാക്കണം. തക്ഷകൻ എന്ന് വെച്ചാൽ ഈ സംസാരത്തെ തന്നെയാണ് തക്ഷകൻ എന്ന പ്രയോഗം കൊണ്ട് കാണിച്ചിരിക്കുന്നത്. കാരണം തക്ഷകനിൽ എന്താണ്? വിഷമാണുള്ളത്. ഈ വിഷം ഒരു ജന്മത്തെ മാത്രം ഇല്ലാതാക്കുമ്പോൾ വിഷയമാകുന്ന വിഷം അനേകം ജന്മങ്ങളെ ഉണ്ടാക്കി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ സംസാരത്തിൽ ഉണ്ടാകുന്ന സംസാര ഭയത്തെയാണ് തക്ഷക ഭയമായിട്ട്, തക്ഷക ദംശനമായിട്ട് കാണിക്കുന്നത്. അങ്ങനെ ഈ വിഷം എന്താണ്? ഒരു ജന്മത്തെ നശിപ്പിക്കുമ്പോൾ വിഷയമാകുന്ന വിഷം എന്ത് ചെയ്തു? എത്രയോ ജന്മജന്മങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ജീവനിവിടെ നശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംസാര ഭയം, അതാണ് തക്ഷക ഭയം. അപ്പൊ ഈ സംസാര ഭയം എന്ന് പറഞ്ഞാലോ അത് മരണഭയവുമാണ്. അപ്പോ അങ്ങനെയുള്ള ഈ സംസാര ഭയത്തിൽ നിന്നും മരണഭയം ഉണ്ടാകുമ്പോഴാണ് ഈ രീതിയിലെ തൻ്റേതായിരിക്കുന്ന യാഥാർത്ഥ്യമായിരിക്കുന്ന അനുഭവത്തെ മറന്നുകൊണ്ട്, മറന്നുകൊണ്ട് പെരുമാറുക. അപ്പൊ അതിനൊക്കെ കാരണം എന്താണ്? അഹങ്കാരമാണ്. ഞാൻ സന്യാസിയാണ്, ഞാൻ മന്ത്രിയാണ്, ഞാൻ തന്ത്രിയാണ്, ഞാൻ ദരിദ്രനാണ്, ഞാൻ ധനികനാണ് എന്നെല്ലാമുള്ള രീതിയിലുള്ള ഈ അഹങ്കാരം. അപ്പൊ ഇവിടെ തക്ഷകദംശനം എന്ന് പറഞ്ഞാലോ മരണമാണ്. മരണം എന്ന് പറഞ്ഞാലോ
സംസാരത്തിലെ വിഷയാസക്തിയെയാണ് മരണം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ വിഷയങ്ങളിൽ ആസക്തി ഉണ്ടാകുമ്പോൾ ആ ആസക്തിയുടെ പരിണിത ഫലമാണ് വാസ്തവത്തിലെ മരണം. അപ്പോ ഇവിടെ ഇനി ഈ പ്രായോപവേശം, ഇതാണ് നമുക്കിനി ചിന്തിക്കേണ്ടത്. എന്താണ് പ്രായോപവേശം? കാരണം ശ്രീ പരീക്ഷിത്ത് പ്രായോപവേശം എന്ന് വെച്ചാൽ മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കാത്തിരിപ്പിനെയാണ് പ്രായോപവേശം എന്ന് പറയുന്നത്. പിന്നെ മരണം എന്നെ സമീപിക്കുന്നതിന് മുമ്പേ ഞാൻ മരണത്തെ സമീപിക്കുക. അതിനെന്ത് വേണം? വിവേകവും വൈരാഗ്യവും ഭക്തിയും അത്യാവശ്യമാണ്. വിവേകവും വൈരാഗ്യവും ഭക്തിയും ഉള്ളവർക്ക് മാത്രമേ മരണം തന്നെ സമീപിക്കുന്നതിന് മുമ്പേ മരണത്തെ സമീപിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലിപ്പോൾ നമ്മൾ വലിയ രീതിയിൽ ഈ പിറന്നാളുകളും അതുപോലെയുള്ള മറ്റു പല ആഘോഷങ്ങളും ആഘോഷിക്കും. വാസ്തവത്തിൽ എന്താണ്? നാം മൃത്യുവിലേക്ക് അല്ലെങ്കിൽ അമരത്വത്തിലേക്ക് ഓരോ നാളും അടുത്തുകൊണ്ടിരിക്കുന്നു. എണ്ണപ്പെട്ട നാളുകളിൽ നീ ആത്മതത്വം ബോധിച്ചോ? നീ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? ഈ ഒരു യാഥാർത്ഥ്യ ബോധം ഉണ്ടാക്കുവാനുള്ള ഓർമ്മയാണ് വാസ്തവത്തിൽ ഓരോ ആഘോഷത്തിലൂടെയും നമ്മൾ ഓർത്തു നോക്കേണ്ടത്. അഹങ്കരിച്ചുകൊണ്ട് നമ്മൾ വലിയ 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 എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ കാണിച്ചതുകൊണ്ട് സംസ്കാരം പുരോഗമിക്കുകയില്ല. എന്തായാലും പ്രായോപവേശം എന്ന് പറഞ്ഞാൽ ജനിച്ച ശരീരത്തെ ബോധപൂർവം ത്യജിക്കലാണ് ഈ പ്രായോപവേശം എന്ന് പറയുന്നത്. അതാണ് ദേഹം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ദേഹം എങ്ങനെയായാലും ഇവിടം വിട്ടു പോവുക തന്നെ ചെയ്യും. അപ്പൊ മരണം നമ്മെ സമീപിക്കുന്നതിന് മുമ്പേ മരണത്തെ സ്വീകരിക്കുവാൻ തയ്യാറാകാൻ, അതാണ് പ്രായോപവേശം. അപ്പൊ ഈ മരണത്തെ നേരിടുകയെന്ന് പറഞ്ഞാലോ മരണഭയത്തെ അഭിമുഖീകരിക്കുക. മരണഭയത്തെ ശാന്തസാക്ഷിഭാവത്തോട് അഭിമുഖീകരിക്കുവാൻ കഴിയണമെങ്കിലോ മരണഭയം ഇല്ലാതാകണം. അപ്പൊ ഈ മരണഭയം ഇല്ലാതാകുന്നതോ മനുഷ്യജന്മം കൊണ്ട് ചെയ്യേണ്ടതായ കർത്തവ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് മരണഭയത്തിൽ നിന്നും പരിപൂർണമായിട്ടും മോചനം നേടുവാൻ സാധിക്കുകയുള്ളൂ. മറിച്ച് നെഞ്ചകത്തിലെ ചിന്തകൾ വിഷയസംബന്ധിയായാൽ സർപ്പത്തെ പോലെ പ്രവർത്തിക്കും. സർപ്പത്തെ പോലെ പ്രവർത്തിക്കുമ്പോഴോ അവിദ്യാകാമകർമ്മങ്ങൾ ഉണ്ടാകും. അവിദ്യാകാമകർമ്മങ്ങൾ ഉണ്ടാകുമ്പോഴോ ഭക്ഷണം, ഉറക്കം, ശരീരസുഖം തുടങ്ങിയതിൽ മാത്രം വ്യാപരിക്കുകയും ചെയ്യും. അങ്ങനെ ജീവിക്കുമ്പോഴും ഈ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, ഓർക്കുവാൻ അവസരമുണ്ടായാലോ യഥാർത്ഥത്തിൽ മരണചിന്ത, മരണഭയം വൈരാഗ്യത്തെ ഉണ്ടാക്കുന്നതാണ്. അതാണ് ആ ശ്രീ പരീക്ഷിത്തിനെ 7-ാം ദിവസം മരിക്കുമെന്നുള്ള വാർത്ത കേട്ടപ്പോൾ വൈരാഗ്യമാണ് ഉണ്ടായത്. ഈ ലോകത്തിലും പരലോകത്തിലും ഇനി ഈ ശരീര മനോബുദ്ധീന്ദ്രിയങ്ങളെ കൊണ്ട് സുഖിക്കണമെന്നുള്ള വ്യാമോഹമില്ലാത്ത അവസ്ഥയാണ് വൈരാഗ്യം. അല്ല, താൻ രാജാവല്ലേ, ഇനി 7 ദിവസം ഉള്ളതുപോലെ അങ്ങോട്ട് തോന്നിയ പോലെ ജീവിക്കുക എന്നുള്ളതല്ല പരീക്ഷത്തിന് തോന്നിയത്. പരീക്ഷത്തിന്റെ സുകൃത ഫലമായിട്ടാണ് ആ വൈരാഗ്യം. അപ്പൊ സുകൃതമുള്ളവർക്കേ വൈരാഗ്യം ജനിക്കുകയുള്ളൂ. അങ്ങനെ വൈരാഗ്യം വന്നതുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് ജനമേജയന് രാജ്യഭാരമേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മഹത്തുക്കളോടൊപ്പം കാത്തിരിക്കുകയാണ് ചെയ്തത്. തീർത്ഥക്കരയില് അവിടേക്ക് എത്തുന്നതോ സുഖമാണ്. സുഖവും നമ്മൾ സുഖത്തെക്കുറിച്ച് പറയുകയുണ്ടായി. തത്തയെന്നും സുഖമിനിയെന്നും സുഖശബ്ദത്തിന് അർത്ഥമുണ്ട്. തത്തയുടെ പ്രത്യേകതയും നമ്മൾ ആരംഭത്തിൽ കേൾക്കുകയുണ്ടായി. കൊത്തിയ പഴം
കഴിക്കുകയില്ല. അതായത് ശുദ്ധമായ പഴം മാത്രമേ സ്വീകരിക്കൂ. ശുദ്ധമായ പഴം എന്താണ്? ശുദ്ധബോധം, നിജാനന്ദ സ്മൃതി, നിജാനന്ദാനുഭവം, നിജാനന്ദ അനുഭൂതിയുടെ ആ അപാര മഹിമയിൽ ഉള്ള അവബോധമാണ്. ശുദ്ധബോധമായ പഴം മാത്രമേ സ്വീകരിക്കൂ. അതും എച്ചിലാകാത്ത സച്ചിദാനന്ദ ബ്രഹ്മത്തിൽ നിഷ്ഠയുള്ളവനെയാണ് ഇവിടെ ശുഖമുനി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നല്ലത് മാത്രം, നന്മയെ മാത്രം, ധർമ്മത്തെ മാത്രം സ്വീകരിക്കുക. കാരണം ഈ സംസാരം എന്ന് പറയുന്നത് ധർമ്മവും അധർമ്മവും, സത്യവും അസത്യവും, നന്മയും തിന്മയും നിറഞ്ഞതാണ്, ഇടകലർന്നു നിൽക്കുന്നതാണ്. ഈ നന്മ തിന്മകളിൽ നിന്ന്, ഈ ധർമ്മ അധർമ്മങ്ങളിൽ നിന്ന് ധർമ്മമായതിനെ സ്വീകരിച്ച് അധർമ്മമായതിനെ ഉപേക്ഷിക്കുന്ന ജ്ഞാനം, വിവേകം, അതാണ് ഇവിടെ ഈ ശുഖമുനിയിൽ നിന്നും മനസ്സിലാക്കുവാനുള്ളത്. അപ്പോ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവെയാണ് ഇവിടെ ശുഖൻ എന്നുള്ള പ്രയോഗം കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോഴോ ഗുരുശിഷ്യ സംവാദത്തിലൂടെ ജ്ഞാനബോധം ഉറയ്ക്കും. ജ്ഞാനബോധം ഉറയ്ക്കണമെങ്കിൽ ഗുരുശിഷ്യ സംവാദം അനിവാര്യം. അപ്പോഴോ ഈ മരണഭയത്തിൽ നിന്നും കരകയറുവാൻ ശ്രമിക്കുന്ന സാധകന് ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹമാണ് ശുഖാഗമനം. കാരണം ഭഗവാൻ ഭക്തനെ അനുഗ്രഹിക്കുന്നത് ഭഗവത് സ്വരൂപിയായ ശുഖബ്രഹ്മർഷികളെ പോലെ ഉള്ളവരിലൂടെയാണ്. അതല്ലേ ഇന്നും ഈ ഭാഗവതത്തിന്റെ, ഈ തത്വവിശകലനത്തിന്റെ, ഈ സത്സംഗത്തിന്റെ യാഥാർത്ഥ്യം എന്താണ്? ധർമ്മമായാലും അധർമ്മമായാലും ഇവിടെ മറ്റുള്ള പല ആളുകളെയും ദ്രോഹിച്ചും അതുപോലെ പ്രീണിപ്പിച്ചും അതുപോലെ സന്തോഷിപ്പിച്ചും അനവധി സമ്പത്തുകളും പ്രശസ്തികളും നേടിക്കൂട്ടിയിട്ടും മനുഷ്യ മനസ്സിന് ശാന്തിയും സ്വസ്ഥതയുമില്ല. കാരണം അത്രയും അധമവും അധർമ്മവുമായ കാര്യങ്ങൾ ചെയ്തത് അവർക്ക് മാത്രമറിയാം. അങ്ങനെയുള്ളവർ ഏതൊരു ചിന്ത കൊണ്ടാണോ, ഏതൊരു തത്വശ്രവണം കൊണ്ടാണോ ഒന്ന് മോചിക്കുവാൻ കഴിയുക എന്ന് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ മുൻപിലേക്ക് ശുഖബ്രഹ്മർഷിയെ പോലെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ, എന്നും നിലനിൽക്കുന്ന സന്യാസി വര്യന്മാരും ആചാര്യവര്യന്മാരും അതുപോലെയുള്ള ഗുരുസ്വരൂപികളായിരിക്കുന്ന മറ്റ് പല സജ്ജനങ്ങളും എത്തുകയും സത്സംഗം ശ്രവിപ്പിക്കുകയും ചെയ്യുന്നത്. എക്കാലവും നിലനിൽക്കുന്ന ആത്മജ്ഞാനികളായിരിക്കുന്ന ഗുരുശ്രേഷ്ഠന്മാരെയാണ് ഇവിടെ ശുഖൻ എന്നതിലുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോഴോ അങ്ങനെ അപ്പൊ ഇവിടെ ശുഖബ്രഹ്മർഷിയുടെ ആ ആവിർഭാവം, കാരണം തത്ര ആഗമത് ഭഗവാൻ വ്യാസപുത്രോ, നിജലാഭദുഷ്ടനായിരിക്കുന്ന വ്യാസപുത്രൻ അവിടെ ആവിർഭവിച്ചു, അവിടെ പ്രത്യക്ഷമായി എന്ന് പറയുന്നത്. ഇനി ഇവിടെ സുഖത്തിനും ദുഃഖത്തിനും എന്താണ് കാരണം? ചിന്താധീനതയാണ് ദുഃഖം എന്ന് പറയുന്നത്, ചിന്താതീതമോ സുഖവും. അപ്പോ ചിന്താതീതമായിരിക്കുന്ന സച്ചിദാനന്ദ സുഖം ലഭിക്കണമെങ്കിൽ ഈശ്വര സ്മരണയെ പുലർത്തുക തന്നെ, നിലനിർത്തുക തന്നെ ചെയ്യണം. ഇവിടെ അങ്ങനെ ഈശ്വരചിന്ത നിലനിർത്തി ജീവിക്കുമ്പോഴാണ് ശുഖബ്രഹ്മർഷികളെ പോലെയുള്ള ഇന്നും നിലനിൽക്കുന്ന ഗുരുവര്യന്മാരുടെ വചനങ്ങളെ, വാക്കുകളെ, അനുഗ്രഹ പ്രഭാഷണങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. ഇവിടെ മനുഷ്യൻ നന്നാകുവാനുള്ള ഏറ്റവും വലിയ മാർഗം മരണചിന്തയാണെന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ്. മനുഷ്യർ ചിന്തിച്ചു നോക്കൂ, ഒരു നിമിഷം പോലും ഇന്നുള്ള മനുഷ്യന് ഉറപ്പുണ്ടോ തൻ്റെ ശരീരത്തിൽ അടുത്ത നിമിഷം ഉണ്ടാകുമെന്നുള്ളതിന്? ഇല്ല, ഉറപ്പില്ല. ശ്രീ പരീക്ഷിതിനെയോ 7 ദിവസം
നിശ്ചയമായും ആ ശരീരത്തിലും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് കിട്ടിയിരിക്കുന്നു. ബ്രാഹ്മണശാപമാണ്, ഗുരുശാപമാണ്, സന്യാസശാപമാണ്, ദൈവശാപമാണ് ശ്രീ പരീക്ഷിതിന്. ആ ശാപങ്ങൾ അത് അനുഭവിച്ചു തന്നെ തീർക്കേണ്ടതാണ്. ആയതുകൊണ്ട് അതെ, 7 ദിവസം തനിക്ക് ഇനി ജന്മമുണ്ട്, ജീവിതമുണ്ടെന്ന് പരീക്ഷിത്തിന് സുവ്യക്തമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ മരണചിന്ത മനുഷ്യനെ ഇവിടെ പരീക്ഷിതിനെ ഒന്നുകൂടി ആ ധാർമ്മിക ബോധത്തിൽ നിലനിർത്തുവാൻ സഹായകമാവുകയാണ് ചെയ്തത്. ഈ ജീവിതം എന്ന് പറയുന്നത് ക്ഷണഭങ്കുരമാണ്. മനുഷ്യന്റെ കർത്തവ്യം മനുഷ്യധർമ്മം അനുഷ്ഠിക്കലാണ്. അതായത് സത്യം, ശൗചം, ദാനം, ദയ തുടങ്ങിയവയിലൂടെ ഈ മനുഷ്യ ജീവിതത്തെ പ്രായോപവേശ സദസ്സാക്കി മാറ്റണം. പ്രായോപവേശ സദസ്സാക്കി മാറ്റണം. ജന്മത്തെ, ജീവിതത്തെ എന്ന് വെച്ചാൽ എന്തു മനസ്സിലാക്കണം? ധ്യാനമയമാക്കണം എന്നുള്ളതാണ്. ധ്യാനമയമാക്കുക എന്ന് പറഞ്ഞാലോ അന്തർമുഖമാകുകയാണ് വേണ്ടത്. അന്തർമുഖതയ്ക്കോ വിഷയങ്ങളെല്ലാം വിടണം. വിഷയങ്ങളെല്ലാം വിടണമെങ്കിലോ കർത്തവ്യകർമ്മം അനുഷ്ഠിക്കണം. കർത്തവ്യകർമ്മം അനുഷ്ഠിക്കുമ്പോഴോ മരണഭയം ഉണ്ടാവുകയില്ല. മരണഭയം ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, കർമ്മം ചെയ്യുന്നവരെ ഈശ്വര സ്മരണയോടുകൂടി നാമമന്ത്രങ്ങളെ ജപിക്കുകയും ചെയ്യും. അപ്പോഴോ അവർ ഈശ്വരപരമായ സത്കർമ്മങ്ങളെ ചെയ്യും. അപ്പോഴാണ് ഈശ്വരാനുഭവം ഉണ്ടാവുകയും ചെയ്യാം. അല്ലാതെ നമ്മൾ അറിഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ബ്രഹ്മസ്വരൂപികളായി തീരുകയില്ല. ആ അറിവുകളെ നമ്മളെ ധാർമ്മികമായി നിലനിർത്തിക്കൊണ്ട് ധാർമ്മികമായിരിക്കുന്ന ജീവിത രീതിയെ തുടരുമ്പോഴാണ് നമുക്കും ആ ബ്രഹ്മസ്വരൂപ അനുഭവവേദ്യമാവുക. ഇവിടെ ശ്രീ പരീക്ഷിത്തിനെ പോലെ ഈശ്വരനാൽ രക്ഷിക്കപ്പെടുന്നവരായിട്ട് അപ്പോൾ തീരുകയും ചെയ്യാം. നമ്മളെ ഭഗവാന്റെ നാമത്തെ ജപിച്ചും ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ടെല്ലാം ഭഗവാൻ സംതൃപ്തമാകണമെന്നുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ പരീക്ഷത്തിനെ ഗർഭോദരത്തിൽ വെച്ച് സുദർശന ചക്രം രക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അദൃശ്യമായിരിക്കുന്ന ആ ഈശ്വര മഹിമയുടെ അപാരമായ സാന്നിധ്യം, അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ഇവിടെ ശാപവൃത്താന്തം മുനികുമാരിൽ നിന്നും അറിഞ്ഞപ്പോ എന്താണ്? ശ്രീ പരീക്ഷിതിന് മരണഭയം ഉണ്ടായെങ്കിലും ശ്രീ പരീക്ഷിത്തിൽ അത് വൈരാഗ്യത്തെ ഉണർത്തി. അതിന് കാരണം സുഹൃതമാണ്. സുഹൃതമുള്ളത് കൊണ്ടാണ് പരീക്ഷത്തിന് വൈരാഗ്യമുണർന്നത്. അപ്പോഴോ അദ്ദേഹം ബന്ധനങ്ങളുമായ സർവസംഘങ്ങളെയും പരിത്യജിച്ചു. മഹത്തായ വൈരാഗ്യമുണ്ടായതിനാൽ അവശേഷിക്കുന്ന ദിനങ്ങളെ ഉചിതമായിട്ട് ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ പിപാസാദികൾ ഉപേക്ഷിച്ച് ഗംഗാതീരത്തെ മഹത്തുക്കളോടൊപ്പം, സജ്ജനങ്ങളോടൊപ്പം, സന്യാസിമാരോടൊപ്പം സത്സംഗവും കാര്യപദ ചിന്തനവുമായിട്ട് കഴിഞ്ഞു. അങ്ങനെ കഴിയുമ്പോഴാണ് ശ്രീ ശുഖ ബ്രഹ്മർഷിയോട് ശ്രീ പരീക്ഷിത്ത് ചോദിക്കുന്നത്, മരണാസന്നമായ ഒരു ജീവൻ എന്താണ് കേൾക്കേണ്ടത്, എന്താണ് ജപിക്കേണ്ടത്, എന്താണ് സ്മരിക്കേണ്ടത്, എന്താണ് ത്യജിക്കേണ്ടത്? ഇങ്ങനെയുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുവാനാണ് നിജലാഭതുഷ്ടനായ ശുഖമുനി അവിടെ പ്രത്യക്ഷമായതും. ഇവിടെ നമ്മൾ ഒന്ന് പ്രത്യേകം അറിയണം. കാരണം നമ്മൾ കലിയുഗമാണ്, വേണ്ട കാലമാണ്, ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ സംഭവിക്കുന്നൊക്കെ പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിതപിക്കരുതൊരിക്കലും. കാലത്തെ യുഗധർമ്മത്തെ പഴിക്കരുതൊരിക്കലും. കാരണം
യുഗധർമ്മത്തിന്റെ അപാകതയല്ല. അവരവർക്ക് നന്നാവാനുള്ള പ്രവണത ബോധപൂർവം വളർത്തിയെടുക്കാറുള്ളതാണ് പ്രശ്നം. പരീക്ഷിത്തിനെ പോലെ ഈശ്വരതത്വം ബോധിക്കണമെന്ന ഇച്ഛയോടെ യോഗ്യനായ ഗുരുവെ കണ്ടെത്തുകയാണ് വേണ്ടത്. ഇന്നും ഇവിടെ സന്യാസാശ്രമങ്ങളും അതുപോലെയുള്ള ആചാര്യവര്യന്മാരും ഗുരുജനങ്ങളും നമുക്ക് ആവശ്യത്തിനുണ്ട്. ശ്രീകൃഷ്ണ പരമാത്മാവ് പോലും ഗുരുജനങ്ങളുടെ ഉപദേശ നിർദ്ദേശമനുസരിച്ചിട്ടാണ് രാജഭരണം നടത്തിയത്. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇവിടെ യഥാർത്ഥ ധർമ്മം, സ്വധർമ്മം അറിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ശ്രീ പരീക്ഷിത്ത് ചെയ്തതുപോലെ യോഗ്യരായ ഗുരുക്കന്മാരെ കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോഴോ, കാരണം ബഹുവിധ വിഷയങ്ങളെ ഗവേഷണമാക്കുന്ന മനുഷ്യൻ തന്റെ ജന്മത്തിന്റെ കാരണം എന്താണ് തന്റെ സ്വധർമ്മം? ഇത്തരം ചിന്തകളെ വളർത്തിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. മഹനീയതയുടെ മകുടമായ മനുഷ്യജന്മം, അതിന്റെ അർത്ഥമറിയാത്ത മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ദിനരാത്രങ്ങൾ വ്യർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളൊന്ന് പ്രത്യേകം അറിയണം. ബ്രഹ്മസത്യമായ നിജാനന്ദത്തിൽ നിലനിൽക്കുന്നവർ കൂടി ഹരിയുടെ നാമസങ്കീർത്തനാദികൾ കൊണ്ട് ലോകരെ ഉണർത്തുകയാണ്. അപ്പോ ഈ മർത്യജന്മ ലക്ഷ്യം, ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നുള്ളവർ ഹരിയുടെ നാമം കേൾക്കലും ഈശ്വരന്റെ ഗുണം വാഴ്ത്തലും ഈശ്വരന്റെ ഗുരു ഉപദേശിക്കുന്ന രൂപത്തെ സ്മരിക്കലും നിർബന്ധമായും ആചരിക്കേണ്ടതാണ്, അനുഷ്ഠിക്കേണ്ടതാണ്. ശ്രീ പരീക്ഷത്തിനുണ്ടായ ഉറപ്പും ബ്രഹ്മജിജ്ഞാസയും ഉണർന്നാൽ ശുകദേവനെ പോലുള്ള എന്നും ഇന്നും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സദ്ഗുരു ലാഭം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെ ബ്രഹ്മനിഷ്ഠ കരഗതമാക്കും. അപ്പോ തനിക്ക് തന്നിൽ കൃപയുണ്ടാകും. തനിക്ക് തന്നിൽ കൃപയുണ്ടാകുമ്പോൾ ഈശ്വര കൃപയും അതുവഴി ഗുരു കാരുണ്യവും ലഭിക്കും. അപ്പോഴോ ഗുരു നമ്മെ ആത്മതത്വം ബോധിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ആത്മതത്വബോധനത്തിനായിട്ട് ശുകൻ പരീക്ഷിത്തിന് ശ്രീമദ് ഭാഗവത ഉപദേശിച്ചു. ആ ശ്രീമദ് ഭാഗവതം ഇന്നും സംസാരസാഗര തരണത്തിൽ ഹേതുവായി നിൽക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും മറക്കുവാൻ പാടുകയല്ല. ബ്രഹ്മസൂത്രത്തിന്റെ വ്യാഖ്യാനമായ ശ്രീമദ് ഭഗവതയുടെ സമഗ്ര വ്യാഖ്യാനമായ ഭാഗവതത്തെ എത്ര മഹത്വപ്പെടുത്തിയാലും അത് അധികമാവുകയില്ല. സമയം കളയാതെ എല്ലാവരും ഭാഗവത മഹിമയുടെ രസം നുകരുവാനായിട്ട് ഉണരണം. ഇവിടെ ഉള്ളതും ഇല്ലാത്തതും, നന്മയും തിന്മയും, സുഖവും ദുഃഖവും ഇവയെല്ലാം ഉണ്ടാക്കുന്നത് മനസ്സാണ്. മായാമയമായ പ്രകൃതിയാണ്, മനസ്സാണ്. ആ മനസ്സിനെ ജയിക്കൂ. വാസനാമയമായ മനസ്സിനെ ശുദ്ധമാക്കി അഭ്യാസ വൈരാഗ്യങ്ങളെ വളർത്തുവാൻ വേണ്ടി ശാസ്ത്രം പഠിക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ ഭക്തിവിജ്ഞാന വൈരാഗ്യങ്ങളെ പ്രകാശിപ്പിക്കുവാൻ ഉതകുന്ന പുണ്യ പുരാണ വേദാന്ത സാര ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്നത് ആരും മറക്കരുത്. അപ്പോ ഭാഗവതത്തെ ശ്രവണ മനന നിധിധ്യാസനം ചെയ്യുവാൻ ശ്രമിക്കുന്ന നമ്മൾ ഒന്നാമത്തെ സ്കന്ധത്തിൽ നിന്ന് എന്താണ് വിഷയമായിട്ട് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ നമ്മള്
പ്രായോപദേശത്തിൽ നിന്നും ശ്രീ പരീക്ഷത്ത് പ്രായോപദേശം ചെയ്യുവാൻ വേണ്ടി കാത്തിരുന്ന കഥയുടെ സന്ദർഭത്തിന്റെ തത്വം നമുക്കിപ്പോൾ മനസ്സിലാകുവാൻ സാധിച്ചു. ഇനി നമുക്ക് ഈ ഒന്നാം സ്കന്ധത്തിൽ നിന്നും എന്താണ്, കാരണം ഇപ്പൊ ഇവിടെ ഒന്നാം സ്കന്ധം അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒന്നാം സ്കന്ധത്തിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതായത് ഒന്നാമത്തെ സ്കന്ധത്തിൽ അധികാരിയെയാണ് പറയുന്നത്. അതായത് ഒരു വിഷയത്തിന് തന്നെ 3 അധികാരികൾ ഉണ്ടായിരിക്കും. ഉത്തമാധികാരികള്, മധ്യമാധികാരികള്, അധമാധികാരികള്. അപ്പൊ ഇവിടെ നമ്മുടെ ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ അധമാധികാരികളെ കാണുന്നു, പിന്നീട് മധ്യമാധികാരികളെ കാണുന്നു, പിന്നീട് അവസാനമാണ് ഉത്തമാധികാരികളെ കണ്ടുമുട്ടുന്നത്. അപ്പൊ ഇവിടെ ആരെയാണ് അധമ അധികാരികൾ എന്ന് പറയുന്നത്? സൂത ശൗനക സംവാദമായിട്ടാണ് ഭാഗവതത്തിന്റെ ആരംഭം. അപ്പൊ ഇവിടെ ഈ സൂതരെയും ശൗനകരെയുമാണ് അധമരായിരിക്കുന്ന വക്താവും ശ്രോതാക്കളുമായിട്ട് പറയുന്നത്. കാരണം ശൗനകരെ, സുഖത്തിൽ ശൂന്യതയെ തോന്നുന്നവരെയാണ് ശൗനകർ എന്ന് പറയുന്നത്. അപ്പൊ സൂതൻ എന്ന് പറഞ്ഞാലോ സുഖത്തിൽ ഈശ്വരനെ അനുഭവിക്കുന്നവരെ സൂതരെന്നും പറയുന്നു. അപ്പൊ ഇവിടെ വിഷയസുഖത്തിൽ അതൃപ്തി, അശാന്തി എന്തെല്ലാം ഉണ്ടെങ്കിലും എല്ലാമുണ്ട്. ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങള്, സ്ഥാനമാനങ്ങള്, ആദരവ് എല്ലാമുണ്ട്. എന്നാൽ ഒരു തൃപ്തിയില്ല, ഒരു ശാന്തിയില്ല. അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിലും ശാന്തിയില്ലാത്ത അതൃപ്തന്മാരെയാണ് ഇവിടെ ശൗനകാദികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ശൗനകാദികളെ അവർ അനുഭവിക്കുന്ന സുഖത്തിൽ ഈശ്വരനെ അനുഭവിക്കുന്ന ബോധമുണ്ടാക്കി കൊടുക്കലാണ് സൂതൻ ചെയ്യുന്നത്. ഉള്ളതിൽ ആനന്ദിക്കുന്ന ആളാണ് സൂതൻ. അപ്പൊ ഉള്ളതിൽ ആനന്ദിക്കുവാൻ വേണ്ടിയിട്ട് സൂതർ അവരോട് പറയുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ സൂതരെയും ശൗനകരെയും അധമരാക്കി പറയുന്നത്? ഇവിടെ ശൗനകരുടെ ഓരോ ചോദ്യവും ഇന്നത്തെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടേതുപോലെ ബാഹ്യമായിരുന്നു. റിസർച്ച്, എപ്പുണ്ടായി, എങ്ങനെയുണ്ടായി, എന്താണ് സർവ ശാസ്ത്രങ്ങളുടെയും സാരം, ശ്രീകൃഷ്ണൻ എന്തിന് ജനിച്ചു, ഭഗവാന്റെ ധർമ്മം എന്താണ്, നമ്മുടെ ധർമ്മം എന്താണ്, ഇങ്ങനെയൊക്കെ ഓരോ രീതിയിലും ബാഹ്യങ്ങളായിട്ടാണ് അവരുടെ ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് അതിനെ അധമരായിട്ട് പറയുന്നത്. അതിന്റെ കഥകൾ നമ്മൾ തുടക്കത്തിൽ കേട്ടതാണ്. ഇപ്പൊ ഇവിടുന്ന് സൂചിപ്പിക്കുന്ന മാത്രമേ ഇപ്പൊ അധികാരികളെ കാണിക്കാൻ വേണ്ടി. ഇനി രണ്ടാമത്തെ അധികാരികള് മധ്യമരാണ്. നാരദരെയും വ്യാസരെയുമാണ്. നാരദര് വക്താവും വ്യാസരിവിടെ ശ്രോതാവുമാണ്. ഇവരെന്തുകൊണ്ട് മധ്യമരായിട്ട് പറയുന്നു? ഇവിടെ കൃതകൃത്യതയ്ക്കായിട്ട് ചോദിക്കുകയാണ് വ്യാസർ. കാരണം വ്യാസൻ എന്താ ഇത്രയൊക്കെ ചെയ്തിട്ടും തന്റെ പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. കാരണം താൻ ചെയ്ത കാര്യങ്ങളിലുള്ള അഹങ്കാരം ദുഃഖത്തെ ഉണ്ടാക്കും. ഇവിടെ എന്തായിരുന്നു വ്യാസരുടെ ദുഃഖത്തിന് കാരണം? ചെയ്തതെല്ലാം ലോകത്തിന് വേണ്ടി എന്ന തോന്നല്. ആ ലോകത്തിന് വേണ്ടി ചെയ്തതിലും എന്താണ്? ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയവർക്ക് ആയതിൽ നിന്നും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള ചിന്തയാണ്. അതാണ് ദുഃഖത്തിന് കാരണമുണ്ടായത്. അപ്പോ ഇവിടെ ഇപ്പോ ഭാഗവതം പറയുന്നതും ഭാഗവതം കേൾക്കുന്നതും തനിക്ക് വേണ്ടിയിട്ടായിരിക്കണം, തനിക്ക് കൃതാർത്ഥത അനുഭവിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അതല്ലേ ഇവിടെ ഭക്തി വളർത്തണമെന്ന് നാരദര് പറയുകയും, കാരണം ഭഗവാന്റെ സ്തുതിയില്ലാത്തത് തന്നെ ഓടയിലെ വെള്ളമായിട്ടാണ് നാരദർ അവിടെ വ്യക്തമാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ രസമുള്ള ഭക്തിരസത്തോടു കൂടിയിട്ടുള്ള ആ ഒരു ഗ്രന്ഥം രചിച്ചപ്പോൾ ആ വ്യാസൻ ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ള രീതിയിൽ കൃതകൃത്യനായി തീരുകയാണ് ചെയ്തത്.
വാസ്തവത്തിൽ എനിക്കും നിജാനിതയായ എനിക്കും നമ്മുടെ ആ ത്രിപുരാശക്തി പൂജയുടെ രചന പൂർത്തീകരിച്ചതോടുകൂടി അത് ആളുകൾക്ക് വിതരണം ചെയ്ത് കൊടുത്തതോടുകൂടി ഇതേപോലെയുള്ളൊരു കൃതാർത്ഥതയാണ് അനുഭവിക്കുന്നത്. അനേക മനസ്സോടുകൂടി എല്ലാവർക്കും അനുഷ്ഠിക്കുവാൻ ആചരിക്കുവാൻ പറ്റുന്ന ഒരു ഉപാസന പദ്ധതിയാണ്, ജ്ഞാനം ആർജിക്കുവാൻ പറ്റിയ ഒരു ഉപാസന പദ്ധതിയായിട്ടാണ് നമ്മൾ ആ ത്രിപുരാശക്തി പൂജയെ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഇരിക്കട്ടെ, എന്തായാലും ഇവിടെ കൃതകൃത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യവും അതിനു വേണ്ടിയുള്ള മറുപടിയുമായതുകൊണ്ട് വ്യാസരെയും നാരദരെയും മധ്യമരായിരിക്കുന്ന വക്താക്കളായിട്ട് പറയുകയാണ്, ശ്രോതാവുമായിട്ട്. ഇനി ഉത്തമരായിരിക്കുന്ന അധികാരി, ഇതിലാരാണ്? ഉത്തമരായിരിക്കുന്ന അധികാരി ശ്രോതാവ് ശ്രീ ശുഖനും ശ്രോതാവ് ശ്രീ പരീക്ഷിത്തും വക്താവ് ശ്രീ ശുഖബ്രഹ്മർഷിയുമാണ്. ശുഖപരീക്ഷിത്ത് കാരണം ഈശ്വരനെ അറിവാനായിട്ട് ഈശ്വരനെ അറിഞ്ഞ ആളോട് ചോദിക്കുകയാണ്. കാരണം ദശമഹാ അസ്തി എന്നുള്ള കഥ നിങ്ങൾ ഉപനിഷത്തിൽ നിന്നും ശ്രവിച്ചു കാണും. 10 പേര് കൂടി യാത്ര തിരിച്ചു. അപ്പൊ ഒരു നദി കടന്നു നോക്കുമ്പോൾ 10 പേർക്കും ഒരു സംശയം, നമ്മൾ 10 പേരുമില്ല എന്ന്. അപ്പോൾ അവർ എണ്ണി 1 2 3 4 9 വരെ എണ്ണി. അങ്ങനെ അവർ നിലവിളി തുടങ്ങി. 10ാമത്തെ ആളെ കാണുന്നില്ല. മാറി മാറി എല്ലാവരും എണ്ണി. അപ്പോഴാണ് ഒരു സന്യാസി അവിടേക്ക് വരുന്നത്. എന്തിന് കരയുന്നു എന്ന് ചോദിക്കുകയാണ്. 10ാമനില്ല എന്ന് പറയണം. ദശമഹാസ്തി തമസ്തി, നീയാകുന്നു ആ 10ാമൻ. കാരണം എണ്ണുന്നവനെ കൂട്ടാതെയാണ് എണ്ണിയത്. അപ്പൊ തത്വമസി എന്നുള്ളതാണ് ബ്രഹ്മവിദ്യയിലെ ഉപദേശവാക്യം. നീ തേടുന്നതായ ആനന്ദം, ഈശ്വര ചൈതന്യം, ആത്മവസ്തു നീ തന്നെയാണ്. ഈ അറിയിപ്പ് അതിനു വേണ്ടിയുള്ള ചോദ്യവും അതിനു വേണ്ടിയുള്ള ഉത്തരവുമാണ്. കാരണം ഞാൻ എന്നെയും നീ നിന്നെയും അറിയുന്ന വിദ്യ, അതാണ് ബ്രഹ്മവിദ്യ. ബ്രഹ്മം എന്ന് പറഞ്ഞാലോ ബൃഹത്തും മഹത്തുമായ ബ്രഹ്മം. ആ ബ്രഹ്മം ഞാൻ തന്നെ എന്നറിയുന്നതാണ് ആത്മവിദ്യ. ഇപ്പൊ ശ്രീ പരീക്ഷത്തിനോട് ശുഖബ്രഹ്മർഷി അവസാനം പറയും, ശ്രീ പരീക്ഷിത്തെ, നിന്നിലെ ബോധമാണ് തക്ഷകനെ ഉള്ളതാക്കി വെച്ചിരിക്കുന്നതും ഇല്ലാതാക്കി വെക്കുന്നതും നിന്നിലെ ബോധമാണ്. നീ മൃത്യുവിന് മൃത്യുവാണ്, നീ മൃത്യുവിൻ്റെയും മൃത്യുവാണ്. ആ അവബോധത്തിലേക്ക്, ആ ആത്മജ്ഞാനത്തിലേക്ക്, ആ പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആത്മജ്ഞാനത്തിലേക്ക് ഉത്തമ അധമ മധ്യമ ഭേദമില്ലാതെ ശ്രവണം ചെയ്യുന്നവരെയെല്ലാം ഉണർത്തി ഉയർത്തിപ്പിക്കുന്ന ശ്രീമദ് ഭാഗവത മഹാപുരാണത്തെ എല്ലാവരോടും ശ്രദ്ധയോടുകൂടി പിന്തുടരുക തന്നെ ചെയ്യണം. ഇനി നമുക്ക് 2ാമത്തെ സ്കന്ധത്തിലേതായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് ആരംഭിക്കാം.